അത് ചെങ്ങന്മാരെ മഴ കനത്തിൽ പെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മുറ്റത്തിൻ്റെ അവസ്ഥയാണ്. വീടിൻ്റെ പരിസരങ്ങളൊക്കെ നന്നായിട്ട് വെള്ളം മൂടി. അത് ഓട്ടോറിക്ഷന്മാർക്ക് ഏകദേശം വെള്ളം അങ്ങനെ ടയർമുകളിൽ നന്നായിട്ട് വന്ന് തുടങ്ങിയിരുന്നു. ഏകദേശം വെള്ളം ഇങ്ങനെ കയറി വരുമല്ലോ. അങ്ങനെ സിറ്റൗട്ടിൽ നിന്നാണ് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഴ കനം കൂടി കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ വെള്ളം മേലേക്ക് കയറി വരിക. ഏകദേശം തുണ്ടമ്മക്ക് എത്താനായി നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പുമ്മക്ക്. അപ്പോൾ വീടിൻ്റെ ചുറ്റുഭാഗം നോക്കുമ്പോൾ ഈ സ്ഥിതിയിലായിരിക്കണം. ഫുള്ള് വെള്ളം മൂടിക്കാണ്ട് ഇങ്ങനെ കയറി വരികയാണ്. നല്ലോണം പെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നന്നായിട്ട് മേലേക്ക് വെള്ളം വരും. ഇങ്ങോട്ട് ഒരു രണ്ടാമത്തെ സ്റ്റെപ്പുമൊക്കെ കയറി വരും. അപ്പോൾ ഫുള്ള് പരിസരം നോക്കുമ്പോൾ പൈപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം വെള്ളത്തിലായിരിക്കണം. അപ്പോൾ ഈ കോളാണിക്ക് കാണുന്നത് മുറ്റം മുഴുവൻ അങ്ങോട്ട് കുളം പോലെ. നമ്മളെ കോഴിക്കൂടൊക്കെ വെള്ളത്തിൽ ഏകദേശം വെള്ളത്തിലായി. അപ്പോൾ കോഴികളൊക്കെ ഇന്ന് ഒഴിവാക്കിയാണ്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റി. പിന്നെ നമ്മൾ വണ്ടി ഇറങ്ങി വരുന്ന സ്ഥലത്തിൻ്റെ അവസ്ഥയാണിത്. ഒന്നായിട്ട് വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നതേ. വഴി മൊത്തവും മണ്ണിട്ടാണ്ട് ക്ലിയർ ആക്കി മൊത്തം പോകുന്നു. ഫുള്ള് മണ്ണും കല്ലൊക്കെ പാടെ പോകുന്നതാണ് മുറ്റത്തേക്ക് എത്തി. അവിടെ പിന്നെ വെള്ളത്തിൻ്റെ പ്രഷറിൽ പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യമില്ല. ഒന്നായിട്ട് മേലത്തിൻ്റെ അടിയിൽ തന്നെയല്ലേ വരിക. അപ്പോൾ നമ്മളിപ്പോൾ കെട്ടിയിതാക്കണമെങ്കിൽ പരിധി ഉണ്ടല്ലോ. ഷൈമൊന്നും നിൽക്കില്ല. വലിയ വലിയ കരിങ്കല്ലടക്കം വെച്ച് പൈസ സാധനം അടക്കം വലിച്ചു നിൽക്കണം. ഇതൊക്കെ ഈ വരുന്ന വരവൊക്കെ കാണുന്നൊക്കെ മുറ്റത്തൊക്കെ വന്ന് കൂടുന്നത്. ഒരു കുളം പോലെ തളം കെട്ടി കിടക്കണം ഇവിടെ ഫുള്ളായിട്ട്. ഫുള്ള് എന്ന് പറഞ്ഞാൽ ഒരു മുട്ടിൻ്റെ മേലെ വെള്ളമായിരിക്കണം. അതേപോലെ നമ്മൾ ഒതുക്കുമ്പോഴൊക്കെ ഏകദേശം കയറി ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പുമൊക്കെ ആയി വെള്ളം. പിന്നെ വണ്ടിക്കൊക്കെ വെള്ളം ഏകദേശം ആയി കഴിഞ്ഞപ്പോൾ നേരെ സൈലൻസറിൻ്റെ തോളയൊക്കെ ഒരു കവർ വെച്ച് അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ വെള്ളം കയറി കഴിഞ്ഞ് പിന്നെ അതിനെ പണിപ്പിന് എഴുതിയിട്ട് മൊത്തം വെള്ളമായി. എല്ലാ വർഷവും ഇതേപോലെ മഴ കൂടുതൽ വന്നാലും എല്ലാ വർഷത്തെയും അവസ്ഥയാണിത്. നന്നായിട്ട് വെള്ളം കൂടിങ്ങാണ്ട് മൊത്തം പോകുന്നത് രാവിലത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഇത്. അതായത് രാവിലെ നോക്കുമ്പോൾ ആ വെള്ളം ഏകദേശമൊക്കെ വാർന്ന് ഇപ്പോൾ പിന്നെ രാത്രി ആ വെള്ളം നല്ലോണം വന്നു കഴിഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ ഇത്. ഈ സ്ഥിതിയിലായിരിക്കണം. ഫുള്ള് മണ്ണൊക്കെ പോകുന്നു, അവിടുത്തെ കല്ലൊക്കെ പോകുന്നു. അതിൽ ബാലൻസ് വന്ന കല്ലുകളാണ് ഇപ്പോൾ ഈ വലിയ കല്ലുകൾ. മൊത്തം വണ്ടി കയറി പോകുന്ന സ്ഥലമാണിത്. ഇതിലൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിലായി ഫുള്ളായിട്ട്. നമ്മളവിടെ മഴ പെയ്തതിൻ്റെ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഇത്. മഴ നല്ല കനത്ത് പെയ്താൽ ഈ കോലം തന്നെ കയറാം. വെള്ളം നല്ലതായി മേൽഭാഗത്തു നിന്ന് പറഞ്ഞാൽ ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിന് മേലിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവോ വരുന്നത് ലാസ്റ്റ് നമ്മളതിൽ കൂടിയാണ് പോവുക. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഓരോരോ കെട്ടും മതിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ പിന്നെ ഒഴിഞ്ഞു പോകാൻ പറ്റുന്ന സ്ഥലം നമ്മളെ ഭാഗത്ത് കൂടിയാണ്. അപ്പോൾ അതിലാണ് പോരുക. ഇതൊക്കെ ഫുള്ള് വെള്ളമാണ്. ഇന്നലെയൊക്കെ ഫുള്ള് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു മുട്ടിൻ്റെ മേലെ വെള്ളം ഇതുപോലെ. ഏകദേശമൊക്കെ ഇപ്പോൾ കുറേ കമ്മിയായി ഈ സ്ഥിതിയിലായിരിക്കണം ഇപ്പോൾ. കണ്ടമാനം തേങ്ങ ഇന്നലെ പോയി. പിന്നെ നോക്കുമ്പോൾ 2 ചാക്ക് തേങ്ങയും പോയി. ഒക്കെ ഫുള്ള് മുറ്റത്ത് കൂടിയാണ് പോകുന്നത്. തേങ്ങ ചാക്കൊക്കെ ഈ വെള്ളത്തിൽ കൂടി മുറ്റത്ത് കൂടിയൊക്കെ വലിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം വെള്ളം ഇപ്പോൾ നിൽക്കണം. ആ മേലിൽ നിന്ന് വന്ന മണ്ണ് ഫുള്ളൂ ഇവിടെ അടിയിലാണ് കൂടിയിരിക്കുന്നത്. ഇതേപോലെ മൊത്തം അങ്ങോട്ട് 2 കൂട്സ് മണ്ണ് ഇവിടെ ഉണ്ടാവും. ഞങ്ങൾക്ക് പോയിട്ട് മാറ്റിക്കാണ്ട് അവിടെ നിന്നൊക്കെ ഒഴിവാക്കണത്. എന്തിനിപ്പോൾ ഈ വെള്ളം ഒഴിവായുള്ള ഇപ്പോൾ ഇതൊക്കെ നടക്കുക. ഫുള്ള് മണ്ണായിപ്പോൾ മൊത്തം മണ്ണ് ഇവിടെ വന്ന് കൂടിയിരിക്കുകയാണ്. രാവിലെ റോഡിലത്തെ അവസ്ഥയാണ്. റോഡ് പോയി കഴിഞ്ഞപ്പോൾ ഒന്നായിട്ട് വെള്ളം മറിഞ്ഞ് ഫുള്ള് നമ്മളെ മുറ്റത്തുനിന്ന് മറിഞ്ഞ സ്ഥലം അതേ കൂടിയാണ്. വേറെ ഓവൊക്കെ ഉണ്ട്. ഓവ് കൂടിയൊന്നും പോകാൻ കഴിയില്ല. ഓഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓഗിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ, ചെറിയ ഓഗ്. അതിൻ്റെ ഉള്ളിൽ കൂടി മറിയാൻ കഴിയാത്തതുകൊണ്ടാണ് റോഡ് കൂടി മറിഞ്ഞിരുന്നത്. ഇതിലാണ് ഇപ്പോൾ എല്ലാ സാധനം ഉപയോഗിക്കുന്നത്. ചെരുപ്പായിട്ടും തേങ്ങാച്ചാക്കായിട്ടും അത്രയും വെള്ളം ഇതിൽ പോകും. തോട് പോലെ ഇതിൽ വെള്ളം വന്നത്. ഇങ്ങനെ പോയിങ്ങാണ്ട് താഴത്ത് റബ്ബറുണ്ട്. ആ റബ്ബർക്ക് ചെന്നിട്ടാണ് ചാടുന്നത്. അതിലാണ് ഫുള്ള് പോയിക്കുന്നത്. ആ റബ്ബർക്ക് ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനം കിട്ടൂല. എന്നാലും ഈ സ്കൂളിലൊക്കെ എത്രയോ വെള്ളം വന്നിട്ടുണ്ട്. ഭയങ്കര വെള്ളം ഇതിലൊക്കെ വന്നത്. ഇവിടെ വന്നാലാണ് വെള്ളം എല്ലാ സാധനം ചാടുന്നത്. വെള്ളം ഇങ്ങോട്ട് ചാടുന്നത് കൊടുക്കുകയാണ്. ഇതിലാണ് പിന്നെ ഫുള്ള് വെള്ളം പോകുന്നത്. ഈ ഫ്ലാറ്റ് കൂടി ഇതിലേക്ക് ആലിപ്പുര പോകുന്നത്. എല്ലാം പോയിക്കണ്ടാൽ നേരെ തോട്ടിലേക്ക് എത്തുന്നത്. ഇപ്പോൾ തോടിൻ്റെ വീഡിയോസൊക്കെ വയ്യ കാണാം. പിന്നെ ബാക്കി കാണാം. ഇതിൽ എന്ത് സാധനങ്ങളും ഇതിലാണ് പോയി കഴിഞ്ഞാൽ നേരെ ചെന്നാൽ പിന്നെ തോട്ടുക ചെയ്യുന്നത്. തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കുടിക്കാൻ പറ്റില്ല. എല്ലാ സാധനങ്ങളും ഇന്നലെ ബക്കറ്റായിട്ട്, പിന്നെ തേങ്ങച്ചാക്ക്, പിന്നെ അതുപോലെ ചെരുപ്പുകൾ, മുറ്റത്തിട്ടുന്ന ചെരുപ്പുകൾ ഒക്കെ പോയിക്കുന്നു. ഇതൊക്കെ ഇപ്പോൾ രാവിലത്തെ കാണുന്ന കാഴ്ചയാണ് ഇപ്പോൾ. ഇതിലേറെ ഡബിൾ വെള്ളം. ഈ പ്ലാറ്റ്ഫോം മൊത്തം ഫില്ലായിക്കുന്നു. പ്ലാറ്റ്ഫോം ഒന്നും കണ്ടില്ല രാത്രി. ആ രീതിയിൽ വെള്ളം. റോഡ് ഇതൊക്കെ കവുങ്ങുതോട്ടം. ചങ്ങായിമാരെ, ഇതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ അവസ്ഥ.
ഒക്കെ പാടെ മൊത്തം വെള്ളം മൂടി. എല്ലായിടത്തും അവസ്ഥ ഇത് തന്നെയാണ്. നമ്മളെ തോടും പാടമൊക്കെ ഒന്നായിരിക്കുന്നു. ഈ തോട് കാണിച്ചു തരാം. ഇതിപ്പോൾ തോടിൻ്റെ മേലുള്ള ഭാഗങ്ങളാണ്. നമ്മളെ തേലക്കാടേ ഇങ്ങനെ ഇറങ്ങി വരുന്ന സ്ഥലമാണിത്. ഈ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ തോട് കാണിച്ചു തരാം. മൊത്തം മൂടിയിരിക്കുന്നു. പോരെ പപ്പിയേ, അതിൽ നോക്കരുത് കേട്ടോ. ഉണ്ടോ ഇപ്പോൾ നമ്മളീ പോകണ അവിടേക്ക് തോട്ടിക്കാട് നമ്മളീ പോണത്. ഇതൊക്കെ കവുങ്ങും തോട്ടാണ്. തോട് പോണ സ്ഥലം കാണിച്ചു തരാം. മൊത്തം മൂടി കയറാൻ ഫുള്ള് വെള്ളമായി. പക്ഷെ അതിലേറെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രിക്കത്തെ അവസ്ഥയൊക്കെ വല്ലാത്തൊരവസ്ഥയാണ്. ഇന്നലെ ഒന്ന് രാത്രി ഉറങ്ങിയിരുന്നല്ല. വീടുക്കൊക്കെ വെള്ളം കയറിയിട്ടേ. ഇതാണ് നമ്മളെ തോട്. ഇതാണ് ഈ അവസ്ഥ. ഇതാണ് ചങ്ങന്മാരെ നമ്മളെ നാട്ടിലെ അവസ്ഥ. അപ്പോൾ ഇന്നലെ തിരയാറുണ്ടായിക്കോളല്ലേ, ഇന്നിപ്പോൾ കമ്മിയാക്കല്ലേ. മേലെ കയറിയിട്ടില്ലല്ലോ, ഇങ്ങോട്ട് കയറിയില്ലല്ലോ. ആ അപ്പോൾ കുറേ കമ്മിയാക്കാണ്. സംഭവം തന്നെയാണ്. ഇങ്ങോട്ട് മാറിക്കൊക്കെ കൊടുക്കുന്നു. അല്ല എന്നിട്ട് നിങ്ങൾ